പുറകെ കാണുന്നതാണ് കേട്ടോ മന്നവൻചോല ഫോറസ്റ്റ് ഓഫീസ്. ഇവിടെ വന്നിട്ട് പാസ് എടുത്താലേ ഈ മന്നവൻചോലയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ. 300 രൂപയാണ് ഒരാൾക്ക് ഒരു പാസ് പറഞ്ഞേക്കണേ. ഒരു 2-2.5 മണിക്കൂർ നടക്കാനുള്ളതുണ്ട്. 3 രകമായിട്ടാണ് തിരിച്ചേക്കുന്നത്. 3 രകമുണ്ട്. ഇതിപ്പോ നമ്മൾ കയറി പോകുന്നത് ചെറിയ കാട് പുതിയതായിട്ട് വന്ന പ്ലാന്റേഷൻ കാട്ടുമരം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഒരു കുറച്ച് ദൂരം ഗ്രാസ് ലാൻഡിൽ കയറി പോകുന്ന ഒരു ഫീൽഡ് വലിയ കാടായിട്ട് കാണില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം പോകുമ്പോൾ വലിയ നല്ല ഒരു തിക് ഫോറസ്റ്റ്. 3 സെക്ഷനായിട്ട് കിടക്കുന്നത്. ഇത് ഇവിടെ പ്ലാന്റേഷൻ ഇപ്പൊ പുതിയതായിട്ട് ചെയ്തല്ലേ? ഇത് ചെയ്തതല്ല, ഇവിടെ വാറ്റിൽ മരം ഉണ്ടായിരുന്നു. നല്ല വാറ്റിലുണ്ടായിരുന്നു. വാറ്റിൽ എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ആ മരം അതേ വന്നിട്ട് നേരത്തെ വന്നിട്ട് ഈ കിച്ചണിൽ പ്ലാന്റ് ചെയ്തിട്ട് അവര് വന്നിട്ട് വെട്ടി മുറിച്ച് അത് തടി വന്നിട്ട് ഇത് പേപ്പർ മില്ലിലേക്കും അതിന്റെ തൊലി വന്നിട്ട് ചായപട്ടയ്ക്കും പോയിക്കൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ. ആ സാധനം അതിപ്പോ ഇവിടെ ഫുള്ളും ഉണ്ടായിരുന്നു. ഒരു പ്ലാന്റേഷൻ ആയിരുന്നു ഈ ഏരിയ മൊത്തം. അത് മൊത്തം നമ്മള് വെട്ടി ശരിക്കും പറഞ്ഞാൽ നമ്മള് ചന്ദ്രചോല പറഞ്ഞെങ്കിൽ കാന്തല്ലൂരിന്ന് എത്ര കിലോമീറ്റർ കറക്റ്റ്? ഇത് കാന്തല്ലൂർ സിറ്റിന്ന് 3 കിലോമീറ്റർ. ഇത് മന്നവൻചോലയ്ക്ക് കാന്തല്ലൂർ സിറ്റിന്ന് 2.5 കിലോമീറ്റർ. കാന്തല്ലൂർ സിറ്റി 2.5 കിലോമീറ്റർ. ഒരാൾക്ക് 300 രൂപ ട്രക്കിംഗ് അല്ലേ? 300 രൂപ. 1.5 മണിക്കൂറോ? അത് നമ്മള് നടക്കുന്നതനുസരിച്ച്. നമ്മള് ചിലപ്പോ 1.5 മണിക്കൂറിൽ എത്താം. ചിലപ്പോ പതിയെ നടന്നു പോകണമെങ്കിൽ 2 മണിക്കൂർ ആകും. ചിലർ വന്ന് 3 മണിക്കൂർ എടുക്കുന്നുണ്ട്. സമയം എടുത്ത് പോകുന്നവരുണ്ട്. ഈ നമ്മളെ ഫോറസ്റ്റ് ഓഫീസ് ഇങ്ങോട്ട് കിടന്നപ്പോ അവിടെ ആനപ്പെട്ട കിടക്കുന്നത്. ഇവിടെ ആണ് വെള്ളപ്പുലം വന്ന് ഇറങ്ങി പോകുന്ന ഇപ്പൊ നിലവിൽ ഉണ്ട്. പക്ഷെ എങ്ങോട്ടാ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് വന്നിട്ട് എല്ലാ ആനിമൽസും ഉണ്ട്. ടൈഗറുകൾ ഉൾപ്പെടെ എല്ലാം ഉണ്ട്. പക്ഷെ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ അനിമൽസിനെ കാണാന്ന് പറഞ്ഞ് നമ്മൾ പോകാൻ പറ്റില്ല. എന്നാന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ഏരിയ മാത്രമല്ല, നല്ല തിക് ഫോറസ്റ്റാ. ചെറിയൊരു മറവില് അനിമൽസ് നിന്നാലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഗാർഡനെ കൂട്ടി എവിടുന്ന് വിടുള്ളൂ നമ്മൾ ട്രക്കിംഗ് അല്ലേ? ട്രക്കിംഗ് ഇവിടെ എത്ര സമയം വരെയാ? ഇത് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ടിങ്. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 8 മണിക്കാണ് സ്റ്റാർട്ടിങ്. പക്ഷെ 8 മണിക്ക് നമ്മള് മാക്സിമം ആൾക്കാർ വരാറില്ല. 8 മണിക്ക് വന്നാൽ പിന്നെ ഈ ആണയൊക്കെ ഉള്ള സമയം കൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ കയറി പോകുമ്പോൾ എവിടെയെങ്കിലും പോയി കൂട്ടിമുട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓടാനും പിടിക്കാനും ഒന്നും സ്ഥലം കൂടി നമ്മളെ ഇപ്പൊ രക്ഷപ്പെടും. കൂടെ വരുന്നവര് എങ്ങോട്ടാ ഓടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇവിടേക്ക് ആനപ്പണ്ടം വന്നു അല്ലേ? ആനപ്പണ്ടം അല്ലേ? അതെ. ഇതൊക്കെ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ 1.5 ആഴ്ചക്ക് മുമ്പ് വന്നതാ. ഒരു കല്ലിൽ പണിതാണോ? അകത്തൊരു ബംഗ്ലാവ് എന്തോ ഉള്ളെന്ന് പറഞ്ഞേ? റിസോർട്ടോ എന്നാ ഉള്ളേ? ഫോറസ്റ്റിന്റെ എവിടെ? ഇവിടുന്ന് 7 കിലോമീറ്റർ അകത്തുണ്ടെന്ന് പറഞ്ഞേ. സ്റ്റോൺ ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് മെത്താപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താ. മെത്താപ്പ്. അത് ഇതിലൊന്നും ഇപ്പൊ പോകാൻ പറ്റില്ല. മൂന്നാർ വന്നിട്ട് കുണ്ടല ഡാം വന്നിട്ട് അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ മേലേക്ക് കയറി വന്നു. അത് സർക്കാരിന്റെ പെർമിഷൻ? അതോ ഓൺലൈനിൽ ബുക്കിംഗ്? അവിടെ എങ്ങനെയാ താമസ സൗകര്യം എന്ന് വെച്ചാൽ ഒരു 2 പേർക്ക് 3,500 രൂപ. 2 പേർക്ക് 3,500 രൂപ. ഇട ദിവസം മാറ്റമുണ്ട്. റേറ്റിന്റെ മാറ്റമുണ്ട്. കടിച്ചു മ്ലാവ്. അതെന്ത് വരെ വന്നേരം ഇതിന്റെ തൊലിക്ക് എന്തെങ്കിലും വലിയ ടേസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? അത് നമുക്ക് അറിയത്തില്ല അതിനെ കുറിച്ച്. അത് പ്രത്യേകിച്ച് ഈ മരം ഇത് തന്നെയല്ല, മാക്സിമം മരമില്ല. ഈ മരം കൂടുതലും എല്ലാ മരത്തിലും ഉണ്ടല്ലേ? ആ മരത്തിലൊക്കെ ഉണ്ട്. ഇതുണ്ടോ? അതിന്റെ ഇടയ്ക്ക് ഒരു മരം. അതൊക്കെ ഈ അടുത്തെങ്ങാണ്ട് വരച്ചേക്കുന്ന അല്ല തിന്നേക്കുന്ന ലീച്ച് അട്ട ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. എന്റെ കാലം കയറി കാലം അടുത്തോട്ട് വരുന്നു. ഇപ്പൊ വന്നിട്ട് നമുക്ക് നിലവിൽ അറിയാൻ പറ്റുന്നില്ല. ആ സൈഡിലെ കൂടി ഒന്ന് കയറി വരും. അങ്ങ് ആ മലയുടെ മണ്ടയ്ക്ക് അവിടെ ഒരു കുടിയുണ്ട്. കുടിയിൽ നിന്ന് അങ്ങോട്ട് കയറിയ ഇതിന്റെ അകത്ത് കൂടി ഇങ്ങനെ കയറി വരാം. പിന്നെ ഇതിന്റെ ഇപ്പുറത്തെ കൂടി കയറി വരാം. നേരത്തെ വന്നിട്ട് ഈ കുറച്ച് ദിവസം മുമ്പ് നമുക്ക് വാള ഉണ്ടാവും ഓഫീസിന്റെ അടുത്ത്. ഇവന് ആണ വരുവാണെങ്കിൽ ആ വാളയുടെ അടുത്ത് വന്നിട്ട് അത് കുറച്ച് കഴിച്ചിട്ട് അകത്ത് കയറി വരും. പിന്നെ തിരിച്ചു ഇറങ്ങി പോകുമ്പോ അതില് വന്നിട്ടേ പോകും. അത് പേടിച്ചിട്ട് വാഴ വെട്ടി വാഴയായിരുന്നു നമ്മുടെ സിഗ്നല്. വെട്ടി കളഞ്ഞപ്പോ ആന ഇതിനകത്ത് കയറുന്നതും അറിയുന്നില്ല, ഇറങ്ങുന്നതും അറിയുന്നില്ല. വഴിയൊക്കെ നല്ല മനോഹരമായ വഴി. നല്ല രസമുണ്ട് കേട്ടോ കാട്ടിക്കൂടെ നടക്കാൻ.
നല്ല ഭംഗിയുള്ള ഇടുങ്ങിയ വഴികൾ. ഒരു വാഴ ഉണ്ടായിരുന്ന നശിപ്പിച്ചുകൊണ്ട് പാന വരുന്നുണ്ടോ അറിയത്തില്ല. പല വഴിക്ക് ഇപ്പൊ കയറി വന്നു. ഇപ്പൊ പല വഴിക്ക് കയറി വരും അല്ലേ? പക്ഷെ ഇതിനകത്ത് സ്ഥിരമായിട്ടാണ് നിൽക്കുന്നില്ല. വന്ന് ഒരു ദിവസം നിൽക്കും, തിരിച്ചു പോകും. ഇപ്പൊ ആന കയറി വരുന്നത് തമിഴ്നാട്ടില് ചിന്നാർ ഭാഗത്ത് നിന്ന് കയറി വരുന്നതാണ്. ചിന്നാർ ഭാഗത്ത് നിന്ന് ആന കയറി വരുന്നത് അല്ലേ? അവിടെ നിന്ന് കയറി വരുന്നതാണ്. ഈ നേരം നിൽക്കുമ്പോ ഈ നാട്ടുമ്പുറത്ത് ഇപ്പോഴും ഇറങ്ങി ഫുള്ള് പല സ്ഥലത്തായിട്ട് ആണുണ്ട്. ഒന്നല്ല, അത് ഒരുപാട് കൂട്ടങ്ങളായിട്ട് നിൽക്കുക. 2, 3, 5 ഇങ്ങനെ ടീമായിട്ട് നിൽക്കുക. ഈ തെളിഞ്ഞു പോകാൻ കുറെ ദൂരം ഉണ്ടോ? കുറച്ച് ദൂരം ആണല്ലേ? ഒരു 100 മീറ്റർ. ഇത് അങ്ങനെ വല്ല നശിപ്പിച്ച് അങ്ങനെ വല്ല ആയതാണോ? അതോ ഇത് ഞാൻ പറഞ്ഞില്ലേ, വാച്ചിലെന്ന് പറഞ്ഞത്. മരമാണ് ഇത്. ഓഹോ നിൽക്കുന്നത്. ഇത് ഈ നിൽക്കുന്നില്ലേ, നിൽക്കുന്നില്ല, ചുവന്ന് അതൊക്കെ വാച്ചിലെന്ന് പറഞ്ഞ സാധനമാണ്. ഇതാണ് മറ്റേ കളർ പേപ്പർ ഉണ്ടാക്കാനും തുണിക്ക് ഉള്ള കളറിനുണ്ടിട്ട് എടുക്കുന്നു അല്ലെ? എടുത്തോണ്ടിരുന്നത് ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇത് ഞങ്ങള് വെട്ടി കളയുക. ഞങ്ങള് തന്നെ ഫോറസ്റ്റുകാർ തന്നെ നമ്മള് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങള് തന്നെ കുറച്ച് വെട്ടിയിട്ടിരിക്കുന്നു. എന്നെ കടിച്ചുള്ള പരാതി തീർന്നില്ലടാ. കിട്ടിയോ? കടിക്കാൻ തുടങ്ങി. അത് തന്നെ വിട്ടോളൂ. എടുക്കണ്ട, കയ്യിൽ എടുക്കണ്ട, ഉപ്പ് വെച്ച് കൊടുത്താൽ മതി തന്നെ. അങ്ങനെ എടുക്കണം. അട്ട കയറിയതാണ്. എന്റെ കാലം 2 കയറിയായിരുന്നു. നമ്മളതിന് ഉപ്പിട്ട് കളയും. ഉപ്പ് ഇവിടുന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തരുന്നുണ്ട് കേട്ടോ. കൊണ്ടുവന്നില്ലെങ്കിൽ സാരമില്ല, പറ്റുമെങ്കിൽ കൊണ്ടുപോരെ. ഇനി അതാ ഇവിടെ താനം ഇല്ലായിരുന്നെങ്കിൽ പോയി ഉപ്പ് ഉപ്പായി പോയി വന്ന് പിന്നെ താഴെ ഏകദേശം ഒരു 100 അടിയുടെ മേലിൽ കാണും ആഴം. ഇത് നേരെ നമ്മുടെ കിണർ പോലെ കേട്ടോ. ഇവിടുന്ന് വീഡിയോയിൽ എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്ട്രെയിറ്റ് നേരെ കുത്തിരി താട്ട് ഇറങ്ങും. ഇത് കുഴി കാണുമ്പോൾ പേടിയാ. കാര്യം തന്നെ പോയി. അങ്ങനെ ഒരു ഓപ്പൺ സ്പേസിലെടുത്ത് ഇത് പാറയാണ്. ഇനി കുറെ നേരം പാറപ്പുറത്തൂടെയാണ് നടന്നു പോണത്. ഇത് മൊത്തം അട്ടയല്ല അവിടെ ചാടിക്കൊണ്ടിരുന്നത്. തവളക്കുഞ്ഞാണോ? വാലുമാക്രി. വാലുമാക്രിയാണ്. അതായിരുന്നു കാട്ടുകുന്തിരിക്ക മരം. ശകലം ഉണ്ടല്ലേ? എല്ലായിടത്തും വരുന്നുണ്ടല്ലോ. വലിയ മരമാണ്, നല്ല പഴക്കമുള്ള വലിയ മരം. ഇതാണ് കുന്തിരിക്കം. വെട്ടിയെടുക്കാൻ പെർമിഷൻ ഇല്ല. ഇത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ, സൂപ്പർ സ്മെല്ല്. എടുക്കാൻ സമ്മതിക്കല്ലേ? മരം പോകും. വേറെ മരം ഇല്ലാത്തോണ്ടാണോ? ഇല്ല, ഈ ഏരിയയില് കുറെ മരം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് മരം നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പോ വെട്ടാൻ പറ്റത്തില്ല. കാട്ടുകുന്തിരിക്കം പിന്നെ വെട്ടി കഴിഞ്ഞാൽ ഇത് മൊത്തം പോകും. അവര് വെട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു മയവും കാണുന്നില്ല. നമുക്ക് സ്റ്റേ എന്ന് പറഞ്ഞില്ലേ, ഈ മണ്ടില് ഇതിന്റെ അപ്പുറത്താ കുന്നുണ്ടല്ലോ, ആ യൂക്കാലി കാണല്ലേ, കാണല്ലേ, അവിടെയാണ് സ്റ്റേ ഉള്ളത്. അപ്പൊ ഇത് ഇവിടെ ഈ ഇടയ്ക്ക് ഒരു ചെറിയൊരു മരമുണ്ട്, ഈ മല. ഇതിന്റെ അപ്പുറം അതും ഒരു കുന്ന, അവിടെയാണ് സ്റ്റേ കൊടുക്കുന്നത്. പിന്നെ ഇതാണ് ഫുള്ളും നമുക്ക് മണ്ണാവൻ സോളം എന്ന് പറയും. മണ്ണാവൻ സോല ഈ ചുറ്റും കാണുന്നത്. ഇതിന്റെ അപ്പുറം പാളത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പഴത്തോട്ടം. പിള്ളാരാടി സോളം ഉണ്ട്, ഇടിവര സോളം ഉണ്ട്. ഈ മലയാണ് 3 സോള, 5 സോളം ഉണ്ട്. പക്ഷെ നമുക്ക് 3 സോളയാണ് പ്രധാനം. പിള്ളാരടി സോളയോ? പിള്ളാരടി സോള. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഗണപതി ക്ഷേത്രം. അപ്പൊ അത് കാരണം അവിടെ പിള്ളയാരടി ഷോള എന്ന് പറഞ്ഞു. പിള്ളയാരടി. ഒന്ന് പിള്ളയാരടി ഷോല, രണ്ടാമത്തെ ഇടിവര ഷോള. പേര് വരാൻ കാരണം അവിടെ ഒരു ചെറിയ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അത് വന്ന് പണ്ട് ഒരു മല ഉണ്ട്, ഇതുപോലത്തെ ഒരു കുന്നുമലായിട്ട്, അതിൽ വന്ന് ഇടിച്ച് ആക്സിഡന്റ് ആയത്. ചെറിയ ഫ്ലൈറ്റ് വന്നിരിച്ചു, അതാണ് ഇടിവർ ഷോല. അപ്പൊ അത് കാരണം അവിടെ ഇടിവർ ഷോല എന്ന് പറയുന്നത്. ഓക്കെ, എന്നാ പോവാ. ഇങ്ങനെ ഓപ്പൺ പാർപ്പുറം കുറെ ദൂരം ഉണ്ടോ? കുറച്ച് ദൂരം ആ കാണുന്നില്ല. അതിന്റെ അപ്പുറമാണ് നമ്മള്
ആ വലിയ കാടിനകത്ത് ആ, കയറാൻ പറ്റും. ഏറ്റവും വലിയ കാട് എന്ന് പറഞ്ഞത് അല്ലേ? ഫ്രണ്ടിൽ പോകും, ആന ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ മനസ്സേ. ആ ആനയുണ്ട്, ഞാൻ ക്യാമറ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ നടക്കണ ഒരു നിരപ്പാണ്. അതുപോലെ നമ്മൾ വന്നത് വലിയൊരു കുത്തുകയറ്റമല്ല. ശരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിന്റെ താഴേന്ന് നേരെ മുകളിലോട്ട് ഡയറക്റ്റ് കുത്തനെ കയറ്റമായിരുന്നു. അങ്ങനെ കയറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ട്രക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ തന്നെ മടുത്തിട്ട് ആൾക്കാർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാണ്ട് നിർത്തിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഇപ്പം പുതിയ വഴിയാക്കിയാണിത്. വലിയ കയറ്റമില്ല, എല്ലാവർക്കും വന്ന് പോകാന്നുള്ളൂ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഒരെണ്ണം പോലും കിട്ടത്തില്ല. ഇത് കാട്ടുമുന്തിരിയാണ് കേട്ടോ, ഈ തൂങ്കട കാണുന്ന വള്ളി. അതെ, പൂവായിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതെ, പൂവുണ്ട്. പക്ഷെ ഒരെണ്ണം പോലും കിട്ടുകയല്ല. ആ സാറുമാരടിക്കുമല്ലോ. ഇത് കഴിക്കുന്നതാണോ? കഴിക്കാല്ലേ? കഴിച്ചില്ല ഇതുവരെ. നമുക്ക് കിട്ടിയിട്ട് കഴിച്ചു നോക്കാം. ഇത് മൃഗങ്ങൾ തന്നെ, പക്ഷികളൊക്കെ കഴിക്കുള്ളൂ. ഇനി നമ്മൾ ഇത്ര കട്ടിയുള്ള അങ്ങോട്ടാണ് ശരിക്കും നല്ല കാട് തുടങ്ങുന്നത്. നമ്മൾ ഏകദേശം 1.5 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്. ഇത് ശരിക്കും നല്ല ഇരുട്ടാട്ടോ അതിൻ്റെ അകത്ത്. ഇത് ക്യാമറയിൽ കൂടെ വരുമ്പോൾ ലൈറ്റ് ഉണ്ട് നല്ലോണം, പക്ഷെ നല്ല ഇരുട്ടാ. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 11 മണിയായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു വൈകുന്നേരം 6 മണിക്കുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ ഒരു വെയിലും അടിക്കുകയില്ല, ഒന്നുമില്ല. ഫുൾ നല്ല ക്ലൈമറ്റും എല്ലാമായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതിപ്പോ ഞാൻ ക്യാമറ മുമ്പോട്ട് പിടിച്ചാലും സൈഡിലോട്ട് പിടിച്ചാലും എല്ലാം ഒരുപോലെ കേട്ടോ. പ്രത്യേകിച്ചൊരു വഴിയായിട്ടില്ല, എന്നാൽ സ്ഥിരം ആൾക്ക് നടക്കണ ഒരു വഴി ഉണ്ട് താനും. ആൾക്കാരെന്ന് വെച്ചാൽ പബ്ലിക് അല്ല, ഇതുപോലെ ട്രക്കിങ്ങിന് വരുന്ന ആൾക്കാർക്ക് പോവാം. ഈ പൊത്ത് ട്രൈബൽസ് വന്ന് തേനെടുക്കുന്നതാണ്. ഇപ്പൊ അവരെടുത്തിട്ട് പോയിട്ട് അടച്ചു വെച്ചിട്ട് പോയേക്കുന്നതാണ്. പിന്നെ ഇനി എപ്പോഴേക്കും തുറക്കാറിയോ? എത്ര കാലം? ഇതിനകത്ത് ഇപ്പൊ ഈച്ച ഉണ്ടോന്ന് അറിയാൻ പറ്റില്ല. നമുക്കറിയാൻ പറ്റില്ല, അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ. എന്നാന്ന് വെച്ചാൽ മഴ സമയത്ത് വന്നിട്ട് ഈച്ച പുറത്ത് വരുന്നത് അപൂർവമായിട്ടോ കൂടുതലായിട്ടോ വരില്ല. മഴക്കാലത്ത് ഈച്ച പുറത്ത് വരത്തില്ല. അപ്പൊ പുറത്ത് വരും, പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് കാണാനും പറ്റില്ല, മനസ്സിലാവില്ല. ഈ കാണുന്ന വള്ളിയാണ് കാട്ടുമുന്തിരി. ഈ വള്ളി വലുതായിട്ടാണ് ഈ വലിയ വള്ളി, കാട്ടുമുന്തിരിയുടെ വള്ളിയാണ് ഈ കാണുന്നത്. ഇതിങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര വലിയ വള്ളി കേട്ടോ. ഇത് മരമാന്നേ പറയുള്ളൂ, പക്ഷെ ഇത് മുന്തിരിയാണ്, കാട്ടുമുന്തിരിയുടെ വള്ളിയാണ് ഈ കാണുന്ന വലുത്. ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും നമ്മൾ ഫൈനലി വാട്ടർഫാൾസിലോട്ട് എത്തിയിട്ടുണ്ട്. തെന്നു നോക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ട്രക്കിങ്ങിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇവിടെ നമുക്ക് കുളിക്കാനുള്ള പെർമിഷൻ ഒന്നും ഇല്ല, കാരണം ഇത് വെള്ളം അഴുക്കാവുന്നുണ്ട്. താഴെ ആൾക്കാർ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റില്ല. ഇപ്പൊ വളരെ വെള്ളം കുറവുള്ള സമയമാണ്, മഴ തുടങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ട് വെള്ളം തീരെ ഇല്ല. കാന്തല്ലൂർ ഭാഗങ്ങളിലോട്ടുള്ള കുടിവെള്ളമായി അല്ലേ? ഈ ഷോറയിൽ നിന്നാണ് കാന്തല്ലൂരുള്ള 90% ആൾക്കാർക്കും കുടിവെള്ളത്തിന് വെള്ളം ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ്. ഗസ്റ്റിന് പിടിച്ച് ഇറങ്ങി പോകുമ്പോണ്ട് ആക്കിയതാണ്. നല്ല കുത്തനെ ഒരു സംഭവമായിരുന്നു. അതിപ്പോ ചെയ്ത് എടുത്തേക്കുന്നതാ. മരത്തിന്റെ വേരല കേട്ടോ ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലാം തടി കുറ്റിയടിച്ച്. ഇതാ ചോലയുടെ വേറൊരു ഭാഗമാണല്ലേ. വഴി കൂടെ അല്ല നമ്മൾ തിരിച്ചു വരുന്നത് കേട്ടോ. തിരിച്ചു വരുന്നത് വേറെ വഴിക്കാണ്. ഈ വഴി വന്ന് നമ്മൾ അവിടെ തുടക്കം കാട്ടിക്കൂടെ തുടങ്ങി ഇത് തിരിച്ചു പോകുമ്പോൾ കുറച്ച് നമ്മൾ റോഡിൽ വന്നിറങ്ങിയിട്ട് തിരിച്ച് റോട്ടിൽ കൂടെ ഒരു 400 മീറ്റർ റോഡിൽ കൂടെ പോകുമ്പോഴാണ് തിരിച്ച് ഫോറസ്റ്റ് ഓഫീസ് എത്തുന്നത്. ഇത് നമുക്ക് ഇത് തന്നെ പഴം. അത് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കൊട്ടലാമ്പഴം എന്ന് പറയും. കൊട്ടലാമ്പഴം അങ്ങനെ പറയും. ഇത് മനുഷ്യന്മാർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അല്ലേ? മനുഷ്യന്മാർക്ക് കഴിക്കാം. നേരപ്പുഴ എന്ന് പറയും ഈ ഗ്രാമക്കാര്, ഇങ്ങനെ പല പേരിലും പറയും. ഇത് പഴുത്താണോ അതോ പച്ചക്കായാണോ? കയ്യിൽ പസുണ്ട്, അതാണ് നോക്കുന്നത്. അപ്പൊ അത്രയും പഴുത്തിട്ടില്ല, നന്നായിട്ട് പഴുത്തിട്ടില്ല. കൊട്ടലാമ്പഴം അല്ലേ? അങ്ങനെ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു. അതിന് യഥാർത്ഥ പേര് നമ്മൾ സയന്റിഫിക് രീതിയിൽ നോക്കുവാണെങ്കിൽ ചിലപ്പോ വേറെ പേരായിരിക്കും. നമ്മളെ കാരക്കാട് വേറെ രുചി.
കാരപ്പഴം എന്നാ ഇത് പറയുന്നത്? ഈ പഴം കഴിച്ചു നോക്കി, ഒരു ചവർപ്പാണ്. പഴുത്തിട്ടില്ല നന്നായിട്ട്. ഈ മരം ഇതാണ് ട്രീഫൻ എന്ന് പറയുന്നത്. എന്ത് ഈ നിൽക്കുന്ന മരം ട്രീഫൻ. ഇത് ട്രീഫൻ എന്ന് പറയുന്നത്. ഇതാണ് ട്രീഫൻ എന്ന് പറയുന്ന മരം. അതെ, ഡിനോസർ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മരമാണ്. ഇത് റെയർ ആയിട്ടുള്ളതാ. ഇതില് 3 വെറൈറ്റി ഇപ്പൊ നിലവിലെ ഈ കാട്ടിനകത്തുണ്ട്. ഇതില് മുള്ളില്ലാത്തതുണ്ട്, മുള്ളു ഉള്ളതുണ്ട്, പിന്നെ ഗോൾഡൻ ട്രീഫൻ ഉണ്ട്. അതാണ് ഏറ്റവും റെയർ ആയിട്ടുള്ളത്. ഗോൾഡൻ ട്രീഫൻ. ഗോൾഡൻ ട്രീഫൻ അത് ഇതിന്റെ തൊൻപുണ്ട്, ഈ കാട്ടിലുണ്ട്. ഈ കാട്ടിലുണ്ട്, പക്ഷെ നമ്മളെ ഇപ്പൊ അടുത്തില്ല. ഒരു 3-4 കിലോമീറ്റർ മേലിലേക്ക് പോവാണെങ്കിൽ ഉണ്ട്, അവിടെ ഉണ്ട്. ഇത് മുള്ള് ഉള്ളതല്ലേ? മുള്ളു ഇല്ലാത്തത്. ഇത് മുള്ളില്ലാത്തത്. ഇതില് തന്നെ മുള്ളു ഉള്ളതുണ്ട്. ഈ അടി കൂടി മുള്ളു കാണും. ഇതാണോ വെട്ടി കഴിഞ്ഞാൽ ജാമ്യം ഇല്ലാത്ത കേസാണോ? കേസുണ്ട്, ഇത് വെട്ടിയ കേസുണ്ട്. വെട്ടിയ കേസുണ്ട്. ഇത് എന്തെങ്കിലും ഗുണം ഉണ്ടായിരുന്നോ അതോ ഇതിന് റയറായിട്ട് ഉള്ളത് കാരണം ഇത് വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സയന്റിഫിക് രീതിയിൽ റിസർച്ചുകാർ ഒന്ന് പറഞ്ഞ ഒരു ഇതില. നമ്മളിപ്പോ ഡിനോസർ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മരം എന്ന് പറയുമ്പോൾ ഇത് നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. ഇത് വന്നിട്ട് ഒരു റിസർച്ചുകാർ വന്നിട്ട് കണ്ട് നമുക്ക് പറയാം. ദിനോസറിന്റെ കാലം ആ മരം ഇത് ഈ വലുത് ഇത് കുന്തിരിക്കമാണ് കേട്ടോ. ഇത് കുന്തിരിക്ക മരമാണ്. ആനമുടി ഷോല നാഷണൽ പാർക്ക്. ഈ ഒരു പാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാണ്. ഇതിന് മുകളിൽ നമ്മുടെ സായിപ്പന്മാര് എസ്റ്റേറ്റ് മേലുണ്ടായിരുന്നല്ലോ, ടീ എസ്റ്റേറ്റിലുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇതിലെ കൂടി പണിതിട്ട് അവരുടെ വെഹിക്കിളും കുതിരയൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് വലിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ വൈൽഡ് ലൈഫ് ആയി കഴിഞ്ഞപ്പോ ഇതിനകത്ത് പ്രവേശനം ഇല്ല. പിന്നെ റോഡ് മൊത്തം പോയി, ഒളിഞ്ഞു പോയി. ആ റോഡ് തന്നെയാണ് ഇത് അല്ലേ? ഈ റോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുണ്ടൽ ഡാമിലോട്ട് പോകുന്നതാണ്. പക്ഷെ ഇപ്പം പ്രവേശനമില്ല, റോഡ് മൊത്തം പൊളിഞ്ഞു കിടക്കാണ്, പ്രവേശനമില്ല. പ്രവേശനം ഇല്ലാത്ത വെച്ചാൽ റെയർ ആയിട്ടുള്ള മരുന്നുകളുടെ ചെടികളൊക്കെ ഉണ്ട്. അപ്പം അത് ആൾക്കാരെ നശിപ്പിക്കും. അതുകൊണ്ട് അങ്ങോട്ട് ഇപ്പം ആരെയും കയറ്റിവിടുന്നില്ല. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ആ മരം ഡിനോസറിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സാധനം ട്രീഫൻ അല്ലേ? ട്രീഫൻ എന്നാണ് ഇതിന്റെ പേര്. ഇതിന് അങ്ങനെ ഒരു പേരുണ്ടല്ലേ? ഈ ചെടിയുടെ പേരിലായിരുന്നു ഇവിടുത്തെ ട്രക്കിങ്ങിന്റെ പേര്. ട്രീഫൻ ട്രക്കിംഗ് എന്നായിരുന്നു. അവരും തിരിച്ചു വരുന്ന ഇതിലായിരുന്നു പേര്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ആ മരം ഡിനോസറിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സാധനം ട്രീഫൻ അല്ലേ? ട്രീഫൻ എന്നാണ് ഇതിന്റെ പേര്. ഇതിന് അങ്ങനെ ഒരു പേരുണ്ടല്ലേ? ഈ ചെടിയുടെ പേരിലായിരുന്നു ഇവിടുത്തെ ട്രക്കിങ്ങിന്റെ പേര്. ട്രീഫൻ ട്രക്കിംഗ് എന്നായിരുന്നു. നമ്മൾ തിരിച്ച് തുടങ്ങിയെടുത്ത് എത്താറാവുന്നു. നല്ല ഭംഗിയുള്ള റോഡാണ് കേട്ടോ. അട്ടശല്യം റോട്ടിലുണ്ട്.